ഹലോ ഗായ്സ്, നമ്മൾ കൊല്ലാവസാനത്തിന് മുന്നേ വീണ്ടും കണ്ടുമുട്ടിയിരിക്കുന്നു. നമ്മുടെ 2025 അവസാനത്തെ ക്യാമ്പാണ് നമ്മൾ നിൽക്കണേ. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലായിട്ടാണ് നമ്മൾ പൊതുവെയുള്ള മഞ്ചേരി അല്ല നിൽക്കണേ. അപ്പോൾ ഇന്ന് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു അവസ്ഥയുള്ള ദിവസം തന്നെയായിരുന്നു. കാരണം പറയുമ്പോൾ ഞങ്ങളുടെ ഒരു സ്റ്റുഡൻറ്റിന് ഞങ്ങൾ ടൂർണമെൻറ്റിൽ ഇറക്കിയിട്ടുണ്ടായിരുന്നു നമ്മുടെ പട്ടാമ്പിയിൽ. അപ്പോൾ അവിടെ ഇന്നലെ ഫുൾ അവൻ്റെ ഫൈറ്റ് ആകുമ്പോഴേക്കും പറയാം സമയം കഴിഞ്ഞ് നാളെ എടുക്കാമെന്ന്. അപ്പോൾ ഇന്നലെ 10 മണി വരെ ഇരിക്കുന്നവർ ഞങ്ങൾ ആരായി. എന്നിട്ട് ഇന്ന് അവനെ ഭയങ്കരമായിട്ട് അവിടെ ഇന്ന് ഞങ്ങൾക്ക് ഏൽപ്പിക്കണം. അപ്പോൾ അതെല്ലാം കൂടി മിക്സ് ആയിട്ട് ഇവിടെ വന്നപ്പോഴേക്കും ഇവിടുത്തെ സ്ഥലം വേറെ പ്രശ്നങ്ങളുണ്ടായി. എന്നിട്ട് സ്ഥലം തപ്പി ഇപ്പോൾ ഒരു സ്ഥലം കിട്ടിയിട്ടുണ്ട്. നമുക്ക് മറ്റത്ര ക്ലാസ്സിൻ്റെ അത്ര ഭംഗിയൊന്നും ഇല്ല, പക്ഷെ നമുക്ക് കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. സ്ഥലം കിട്ടിയില്ലോ, അതിൻ്റെ ഒരു ഭാഗ്യമാണല്ലോ. എല്ലാ ക്രിസ്മസിലും നടക്കുന്നതാണല്ലോ NSS ക്യാമ്പ്, അതുകൊണ്ട് നമുക്ക് അവിടെ നടക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ 3ാമതൊരു സ്ഥലം വെച്ചിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഇപ്പോൾ നമുക്കിനി ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിനി എന്തെങ്കിലും ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കാണാം. ഗൈസ്, അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നമ്മളിപ്പോൾ ആ ഇൻട്രോ പറഞ്ഞ ഹോളിലല്ല ഇപ്പോൾ ഇരിക്കുന്നത്, ഇപ്പോൾ വേറെ ഹോളിലാണ് ഇരിക്കുന്നത്. ഭാഗ്യത്തിന് നമ്മൾ വിളിച്ചപ്പോൾ നമുക്ക് വേറെ ഹോള് കിട്ടി. പിന്നെ ഇവിടെ AC ഹോളാണ്, അതുകൊണ്ട് നമുക്ക് നല്ല തണുപ്പുണ്ട്, കുഴപ്പമില്ല, എല്ലാവരും ഫ്രഷ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് പുറത്ത് പോകും, നമ്മൾ വിചാരിച്ച പോലെ ഒന്നും നടന്നില്ല. ഒരു കണ്ടകശനി പോലെ ആയിരുന്നു അന്ന്. പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, നമ്മുടെ കൺട്രോളൊന്നും ഇല്ല. പക്ഷെ എന്തായാലും കറക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റി. അപ്പൊ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ക്ലാസ് റെഡിയിൽ വെച്ച് കാണാം. അടുത്തത് പഠിക്കാം. അതിനു മുന്നേ ഒരു കാര്യം കൂടി പറയാനുണ്ട്. 10 കഴിഞ്ഞ് ചോദിക്കേണ്ടതാണ്, ഞാൻ വിട്ടുപോയതാണ്. നമ്മൾ ക്ലാസ് തുടങ്ങി 2 മണിക്കൂറിനുള്ളിൽ ക്ലാസ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അടച്ച ഫീസ് മടക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആർക്കെങ്കിലും നിർത്താൻ തോന്നുകയാണെങ്കിൽ നിർത്താം, അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം. എന്തുദ്ദേശിക്കണേ? ഉറപ്പല്ലേ? ഒന്നല്ല, നമുക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരോട് പഠിപ്പിക്കുമ്പോൾ ഒരു രസമുണ്ടല്ലോ. എല്ലാ പ്രാവശ്യം ചോദിക്കുന്നതാണ്, സ്ഥിരമായിട്ട് നമ്മൾ ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. ഒന്നല്ല, അതായത് ആരെങ്കിലും ഇനി പറയാണ് എനിക്ക് താല്പര്യപ്പെട്ടില്ല, ചോദിക്കാൻ മറന്നു, അല്ലെങ്കിൽ ഞാൻ വിട്ടുപോയി എന്ന് പറയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ചോദിക്കുന്നതാണ് കേട്ടാ. ഇതെന്നോ ഒന്നുകൂടി എൻ്റെ പേര് ഹരിനന്ദനൻ. ഞാനിന്ന് 28-ാം തീയതി മലപ്പുറത്ത് നടന്ന ഓറ ബോക്സിംഗിൽ പങ്കെടുത്തിട്ടുണ്ട്. ആദ്യമായിട്ട് ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് അറിഞ്ഞത് ഞാൻ ഓറ ബോക്സിങ്ങിനെ കുറിച്ച് അറിയുന്നത്. അപ്പോൾ ഞാൻ പ്രതീക്ഷ സാറിനെ വിളിച്ചപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞത് ഒരു മന്ത്ലി ഒരു ദിവസം ഉണ്ടാവുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ മാർഷൽ ആർട്സ് മുമ്പ് പഠിച്ചിട്ടില്ല, ഫസ്റ്റ് ടൈമാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും എന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ സാറും വേറെ മറ്റുള്ള സാറുമാരൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. പെട്ടെന്ന് നമുക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് അവർ പഠിപ്പിക്കുന്നത്. പെട്ടെന്ന് അതിന്റെ സ്കിൽസ്, നമ്മൾ മൂവ്മെന്റ്സും കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചത് വളരെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവുന്ന രീതിയിലാണ്, ഈസിയാണ്. ഈ ഓറോ ബോക്സിങ്ങിനെ പറ്റി ഞാൻ കേട്ടത് ഫേസ്ബുക്കിൽ നിന്നാണ്. പക്ഷെ വരുമ്പോൾ പലവിധ സംശയങ്ങളും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഒരു ക്യാമ്പ് അറ്റൻഡ് ചെയ്തതിന് ശേഷം വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു സംഗതിയാണെന്ന് ബോധ്യപ്പെട്ട്, അപ്പൊ അത് ആ ബോധ്യം എൻ്റെ ഒരു ഗ്യാരണ്ടി കൂടിയാണ്. അപ്പൊ ഞാനും ഇത് പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും ഒരു മാർഷൽ ആർട്സ് പഠിച്ചിരിക്കണം, അല്ലെങ്കിൽ എല്ലാ വ്യക്തികളും കുറച്ചെങ്കിലും സ്വയം പ്രതിരോധത്തിനെങ്കിലും കാര്യങ്ങൾ പഠിച്ചിരിക്കണം എന്ന് താല്പര്യപ്പെടുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ പല കാരണങ്ങൾ കൊണ്ടും നമ്മളെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ടൊക്കെ ഇതൊക്കെ കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റാത്തൊരവസ്ഥയിലുള്ള ആളായിരുന്നു ഞാൻ. പക്ഷെ ഇത് നമുക്ക് ഒരു 6 ക്ലാസ് കൊണ്ട് 6 മാസമായിട്ട് ഒരു 6 ക്ലാസ് കൊണ്ട് കുറെ കാര്യങ്ങൾ പഠിക്കാം എന്നുള്ളൊരു കാഴ്ചപ്പാടിലാണ് ഞാൻ വന്നത്. പക്ഷെ അത് വന്നപ്പോൾ ക്ലാസ് വളരെയധികം ബോധ്യപ്പെട്ടു. വളരെയധികം ഉപകാരപ്രദമായ ഒരു ക്ലാസ്സാണിത്. നിങ്ങൾ എല്ലാവരും ഇത് പ്രയോജനപ്പെടുത്തണമെന്ന്
ആണ് എൻ്റെ ആഗ്രഹം. ഗായ്സ്, നമ്മളപ്പോ ക്ലാസ് കഴിഞ്ഞിട്ട് ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട്. അയ്യോ വയ്യാണ്ടായി. അപ്പോൾ 2025 നമ്മുടെ അവസാനത്തെ ക്ലാസ്സായിരുന്നു. അമൽ മാഷ് ഇപ്പോൾ കടയിൽ കയറിയിരിക്കുകയാണ്. നമ്മളപ്പോൾ ഇപ്പോൾ എവിടെ എത്തിയെന്ന് പറഞ്ഞാൽ വെല്ലില എന്ന സ്ഥലത്താണ് ഇവിടെ എത്തിയിരിക്കണമെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്കിനി എന്തായാലും ഫോൺ കയ്യിൽ വെച്ചിട്ടാണ്. പിന്നെ ഒരു സർപ്രൈസ് ന്യൂസ് ഉണ്ട്, അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ എല്ലാവരും. ഗൈസ്, അപ്പോൾ നമ്മുടെ കാറിൽ ഇപ്പോൾ ഒരു വ്യക്തിയും കൂടി ഉണ്ട്. നമ്മുടെ എൻ്റെയും അമൽ മാഷിൻ്റെയും സ്റ്റുഡൻ്റ് ആണത്. ഹായ് പറയടാ. ഞാനിപ്പോൾ ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അത് എന്താന്ന് വെച്ചാൽ ഇവനെ ഞാൻ ആദ്യം സർപ്രൈസ് കാണിച്ചു തരാം. ഇതെന്താന്ന് വെച്ചാൽ കാണുമ്പോ ഗോൾഡാന്ന് തോന്നൂല. ഗോൾഡ് തന്നെയാ. നമ്മുടെ ചെറുക്കൻ നാഷണൽ ടൂർണമെന്റിൽ ഇറങ്ങിയിട്ട് നമ്മുടെ ഒരു ചെറുക്കന്റെ കഴിയേ ഭയങ്കര സന്തോഷം കേട്ടാ. എന്താ പറയാ, വിശ്വസിക്കാൻ പറ്റണില്ലേ? വിശ്വാസമൊക്കെ ഉണ്ടായിരുന്നു, പോയവനെ അടിക്കാന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നു. പക്ഷെ ഒരു പേടി ഉണ്ടായിരുന്നു. പരീക്ഷയ്ക്ക് എന്തോ നടക്കാമല്ലോ. അത് ഞങ്ങൾക്ക് രണ്ടുപേർക്കൊന്നും ഉണ്ടാവാൻ പറ്റിയില്ല. ഞങ്ങൾക്ക് മഞ്ചേരി ക്ലാസ്സുള്ള കാരണം ഞങ്ങളെ കണ്ടുവല്ലോ. അതുകൊണ്ട് ഇതിൽ ഏറ്റവും പിന്നിൽ നിന്ന് കളിച്ച് നമുക്ക് ഏറ്റവും സഹായമായ ഒരാൾ വ്യക്തി ഉണ്ടായിരുന്നു. അത് ഞങ്ങളുടെ ശിഷ്യനായ അഖിൽ ആണ്. അവന് ഞങ്ങൾ ഭയങ്കര താങ്ക്സ് പറയുന്നുണ്ട്. അവനുള്ള കാരണമാണ് ശരിക്കും ഞങ്ങൾക്കൊന്നും പേടിക്കാണ്ട് സെറ്റായ. അതെ അപ്പോ മെഡൽ അടിച്ചതിന് നമ്മുടെ ജുഗലിനും സഹായിച്ച അഖിലിനും ഞങ്ങളുടെ താങ്ക്സ്, പേര് കാത്തു സൂക്ഷിച്ചതിന്. അപ്പോ 2025 ഡിസംബർ 28 നമ്മുടെ ഓറ ബോക്സിങ്ങിന്റെ അവസാന ക്യാമ്പാണ്. ഇക്കൊല്ലത്തെ. അപ്പോ ഇക്കൊല്ലത്തെ ഒരു നമ്മള് തിരിച്ചു നോക്കുകയാണെങ്കിൽ എന്തൊക്കെ ഉണ്ടായില്ല ഈ കൊല്ലം. ഒരു കൊല്ലം പോയ പോക്കെ അയ്യോ എന്തൊക്കെ ഉണ്ടായി ഇതിന്റെ ഇടയിൽ. താഴ്ചകള്, വീഴ്ചകള്, ഉയരങ്ങള്, അതെ ജീവിതം ഒന്നും വിചാരിക്കാത്ത കാര്യങ്ങൾ നടന്നു പോല്. എല്ലാ കാര്യത്തിലും എന്തൊക്കെയാ നടക്കണേ അതുകൊണ്ട് ഏതൊരു മഹാൻ പറഞ്ഞിട്ട് ജീവിതം എപ്പോ എന്ത് നടക്കുമെന്ന് ഒരാൾക്കും അറിയില്ല. ജീവിതത്തിൽ ഇങ്ങനെ അതിന്റെ ഫ്ലോയിൽ അങ്ങോട്ട് പോകാനേ പറ്റുള്ളൂ. നമുക്ക് ഏത് സമയത്ത് ആരുടെ സമയം വരുമെന്ന് ആർക്കും പറയാൻ പറ്റില്ല. മനസ്സിലായില്ലേ? അപ്പൊ നമ്മുടെ സമയം വരണവരെ കാത്തിരിക്കാണ്ട് നമുക്ക് കിട്ടണ സമയത്ത് നമ്മൾ പണിയെടുത്ത എല്ലാ സമയത്തും നമുക്ക് വിജയിക്കാം. വിജയിക്കണമെങ്കിൽ എവിടെയെങ്കിലും എത്തിച്ചേരാം. അപ്പോ എല്ലാവർക്കും 2025 നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തും ഫോളോ ചെയ്ത എല്ലാവർക്കും ഞങ്ങളുടെ താങ്ക്സ്. ഞങ്ങൾ ഇനിയും തുടരും. അടുത്ത കൊല്ലം ഓറ ബോക്സിങ്ങിന്റെ കല വ്യാപിക്കുന്നതിനോടൊപ്പം പുതിയ മാസ്റ്റർമാരെയും പുതിയ നാഷണൽ ചാമ്പ്യൻസിമാരെയും ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ഞങ്ങളുടെ ഗോള് ടൂർണമെന്റ് അല്ല, പക്ഷെ ഇറങ്ങുകയാണെങ്കിൽ നമ്മളെ ജയിക്കുള്ളൂ. മനസ്സിലായില്ലേ? ഇത് ഞാൻ വാശിക്ക് മേലെയാണ് പറയണത്. അതോടൊപ്പം വേറൊരു നല്ല കാര്യമുണ്ട്. ബോംബെയില് നമ്മുടെ ജിബാസ് മാസ്റ്ററുടെ 5 പേരില് 3 ഗോൾഡും 2 സിൽവറും അടിച്ചിട്ടുണ്ട്. അതും ഹോറർ ബോക്സിംഗ് തന്നെയാണ്. അപ്പോ ഇക്കൊല്ലത്തെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് ആയിട്ട് നമുക്ക് ഇവരുടെ നാഷണൽ 6 നാഷണൽ ചാമ്പ്യൻസിന്റെ കഥയാണിത് ഉള്ളത്. വളരെ സന്തോഷമുണ്ട്. പറയുമ്പോ എന്റെ ചിരിയിൽ നിന്ന് മനസ്സിലാവും എന്ത് ഞാൻ വിശ്വസിച്ചില്ല ഇങ്ങനൊക്കെ നടക്കുന്നത്. ചാമ്പ്യൻഷിപ്പിൽ ഇറങ്ങില്ല വെച്ചിട്ട് ഇറങ്ങിയിട്ട് ഗോൾഡ് അടിച്ചു. എന്താ പറയാ. അപ്പോ 2025 നടന്ന എല്ലാത്തിനും നന്ദി. അപ്പോ 2026 നമ്മൾ ഇതിന്റെ ആയിട്ട് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് പരിശ്രമിക്കാം. എത്തില്ല നമ്മുടെ ചോദ്യമല്ല, നമ്മൾ പരിശ്രമിക്കണം, അത്രേ ഉള്ളൂ. മനസ്സിലായി. അതുകൊണ്ട് എല്ലാവർക്കും 2025 ലാസ്റ്റ് വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കണം. ഇനി നമുക്ക് എല്ലാവരും പറയണ ഒരു ചളി അടിക്കാം. അടുത്ത കൊല്ലം കാണാം. അപ്പോ 2026 പുതിയ ക്യാമ്പ് വീഡിയോസുമായി, പുതിയ ശിഷ്യരുമായി, പുതിയ അഡ്വഞ്ചേഴ്സുമായി കാണുന്നവരെ ടാറ്റ, ബൈ ബൈ ആൻഡ് ഹാപ്പി ന്യൂ ഇയർ.